ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന വിഷയം ഡൽഹി സിറ്റിയും വഖഫ് ബോർഡും തമ്മിലുള്ള, പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം ഞാനൊരു റിക്വസ്റ്റും കോൺട്രിബ്യൂഷനും ചില ആൾക്കാരെ വേണം, അത് എക്സ്പാൻഡ് ചെയ്യണമെന്നൊക്കെ ഇതിൻ്റെ താഴെ വീഡിയോയിലുണ്ടായിരുന്നു. ഒരു കാര്യം പറയാം, ഞാൻ പോലും പ്രതീക്ഷിക്കാത്തതിൻ്റെ 10 മടങ്ങ് റെസ്പോൺസാണ് കോൺട്രിബ്യൂഷന് വരുന്നത്. താങ്ക് യു വെരി മച്ച്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മീഡിയ സംസ്കാരം മാറ്റണം. അതിനുവേണ്ടിയാണ് ഗ്ലോബലായിട്ടാണ് മലയാളികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുമുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ അത് വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിലും സോ ദേ ആർ വെരി എക്സൈറ്റഡ്. അതേപോലെ ടീം എക്സ്പാൻഷൻ, മൾട്ടിപ്പിൾ ലാംഗ്വേജിലോട്ട് മലയാള എക്സ്പാൻഷൻ, അതിന് അമേസിങ് റെസ്പോൺസാണ് കിട്ടുന്നത്. അത് സോർട്ട് ഔട്ട് ചെയ്യാൻ തന്നെ വളരെ സമയം എടുക്കുന്നുണ്ട്. 2-3 സ്റ്റാഫ് വരുന്ന സോർട്ട് ഔട്ട് ചെയ്യുന്നത്. എനിവേ, അത് ഇതിൻ്റെ അകത്ത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കാരണം പല ആൾക്കാരും ചോദിക്കുന്നത് എങ്ങനെയുണ്ട് അതിൻ്റെ റെസ്പോൺസ്. വീണ്ടും പറയും, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓഡിറ്റഡ് ആയിരിക്കും. ഒരു കാശിന് പോലും, ഒരു രൂപയ്ക്ക് പോലും ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം ആ ഒരു ട്രാൻസ്പെറൻസിയും ഓണസ്റ്റി എനിക്ക് ലൈഫിൽ ജീവനോ ഉള്ളിടത്തോളം കാലം അതുണ്ടായിരിക്കുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് മൈ വേർഡ്. ഇപ്പം നമ്മൾ ഈ ഡൽഹി വഖഫ് ബോർഡ് ഇന്നലെ ലോക്സഭയിൽ ജഗദംബിക പാൽ, ഇദ്ദേഹം നേരത്തെ കുറച്ച് സമയത്ത് UP മുഖ്യമന്ത്രിയായിരുന്നു. എനിക്ക് ഒന്ന് 2-3 ടേമാണ് BJPയുടെ MP ആയിട്ട് പാല് വരുന്നത്. എനിക്ക് അയാളെ പേഴ്സണലി അറിയാവുന്നൊരു ലീഡറും കൂടാണ്. ഈ പറയുന്ന അത്ര ഓണസ്റ്റ് ആയിട്ടുള്ള കക്ഷി വന്നിട്ട് BJPക്ക് വന്ന ശേഷം മാറിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അതിനുശേഷം എനിക്ക് ഒരു ഡൽഹി ജീവിക്കുന്ന ഒരു ഡൽഹിയായിട്ടായ എനിക്ക് ഈ ഡൽഹിയുടെ ചരിത്രം കുറച്ചൊക്കെ അറിയാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എംഫസൈസ് ചെയ്തൊരു സംഭവമുണ്ട്. JPCയുടെ ഹെഡ് അദ്ദേഹം പറയുന്നത് ഡൽഹിയുടെ ചരിത്രമാണ് പറയുന്നത്. ഡൽഹി സിറ്റിയുടെ ചരിത്രം, വഖഫ് ബോർഡിൻ്റെ ചരിത്രം. അതിനകത്ത് 1919 ബ്രിട്ടീഷ് ഇന്ത്യ, അന്ന് അതിൻ്റെ ക്യാപിറ്റൽ, ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് കൽക്കട്ടെ, കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. അപ്പം ആ സിറ്റി, ക്യാപിറ്റൽ സിറ്റി അവിടുന്ന് ഡൽഹിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഇതൊക്കെ ഓൺ റെക്കോർഡാണ്, ഡോക്യുമെന്റഡ് റെക്കോർഡാണ് ഈ സംഭവം. അപ്പം മാറ്റാൻ തീരുമാനിച്ച സമയത്ത് ഡൽഹിയിലുള്ള ഓൾഡ് ഡൽഹി, പഴയ മുഗൾ ഭരണം, അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി അവിടെ റെഡ് ഫോർട്ടാണ്. നിങ്ങൾ പഴയ ഡൽഹിയും പുതിയ ഡൽഹിയും നിങ്ങൾ കേട്ട് കാണും. പഴയ ഡൽഹി ഭയങ്കര കൺജസ്റ്റഡാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം ഭൂരിപക്ഷമാണ് അവിടെ ഈ ഓൾഡ് ഡൽഹിക്കകത്ത്. അപ്പം മുസ്ലിം ഭൂരിപക്ഷമുള്ള അവിടെ ഒരു ബ്രിട്ടീഷ് ക്യാപിറ്റൽ വേണ്ട എന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. ഇതതിൻ്റെ റീസൺ. അവർ പുതിയ ക്യാപിറ്റൽ സിറ്റി ഉണ്ടാക്കും. കാരണം ചുറ്റിനും മുസ്ലിങ്ങളാണെങ്കിൽ, കാരണം മുഗൾ ഭരണത്തിൻ്റെ സമയം അപ്പം ഈ സ്മൂത്തായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ലുറ്റിയാൻ എന്ന് പറഞ്ഞൊരു സാഹിബിനെ കൊണ്ട് പുതിയ ഡൽഹി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഡൽഹി ഡിസൈൻ ചെയ്യാൻ സ്ഥലം വേണം. അതിന് അവിടെയുള്ള കർഷകരുടെ നിന്നും അവിടെ ആരൊക്കെയാണ് അവരുടെ അക്വയർ ചെയ്തു, അതായത് വില കൊടുത്ത് മേടിച്ചു. ഇതൊക്കെ റെക്കോർഡാണ്. പഴയ ഈ ഡീഡിനകത്തൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. പലരും കൊടുക്കാൻ വിസമ്മതിച്ചു, പക്ഷെ അവരുടെ അതിന് ശക്തമായിട്ട് പിടിച്ചു മേടിച്ചു. ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന ദ്വാരക, അതിൻ്റെ അപ്പുറത്ത് ഡൽഹി എയർപോർട്ടിനടുത്തായിട്ടാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തായിട്ട്. അപ്പം അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഹിന്ദുക്കൾ, നേരത്തെ അവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളല്ലായിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഈ ഡിവിഷൻ വന്നു, ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ വന്നു കഴിയുമ്പോൾ നേരെ അങ്ങ് പാകിസ്ഥാനിൽ പോയി. ഇപ്പോഴും നമ്മൾ ആ ദ്വാരകയുടെ സെക്ടർ 19 ആ സൈഡിലോട്ട് പോകുമ്പോൾ പഴയ മുസ്ലിം പള്ളികളും ചെറിയ പള്ളികളൊക്കെ കാണാം. ഇനി ന്യൂഡൽഹി സിറ്റിക്കകത്ത്, അതായത് ഞാൻ പറയുന്നത് ബ്രിട്ടീഷുകാർ പണിത ന്യൂഡൽഹി സിറ്റിക്കകത്ത്, ഇപ്പം എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു മുസ്ലിം പള്ളിയുണ്ട് റോഡിൻ്റെ നടുക്ക്. കാരണം അവിടെ മുസ്ലിംസ് താമസിച്ചിരുന്നു, അവരുടെ നിന്ന് സ്ഥലം മേടിച്ചത്. കാരണം മുഗൾ ഭരണമായിരുന്നു. അപ്പം അവിടെ പോക്കറ്റുകളിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു.
ഇപ്പം ഡൽഹിക്കകത്ത് പലയിടത്തൂടെ പോകുമ്പോഴും ന്യൂഡൽഹിക്കകത്തും ഓൾഡ് ഡൽഹിക്കകത്തും, അതായത് കുറച്ചങ്ങോട്ട് മാറിയുള്ള പ്രദേശങ്ങളിലും മുസ്ലിം ദർഗയുണ്ട്, തോമ്പുണ്ട്, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഇത് ഹെറിറ്റേജ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ടച്ച് ചെയ്തില്ല. അത് ഗവൺമെൻറ് ഇത് വളരെ പവിത്രമായിട്ടാണ് സൂക്ഷിക്കുന്നത്. പണ്ട് പോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. ഈ പഴയ പല മുസ്ലിം പള്ളികളുണ്ട്, അതൊന്നും പൊളിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അവിടെ മുസ്ലിം രീതിയിലുള്ള നമാസും പരിപാടികളൊക്കെ ഉണ്ട്. പണ്ട് അതായത് ഞാൻ ആദ്യം 1996 ഡൽഹിയിൽ പോകുന്ന സമയത്ത് നമ്മൾ വെള്ളിയാഴ്ച ഈ ന്യൂഡൽഹിയുടെ ആ ഭാഗത്ത് റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇവർ നമസ്കാരം ഉണ്ടായിരുന്നു, നമാസ്. അത് ഗവൺമെൻറ് ബാൻ ചെയ്തു, കാരണം റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം ക്യാപിറ്റൽ സിറ്റിയാണ്, അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തി. പക്ഷെ അവിടെ ഒരു ഉസ്താദും പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ ഫാമിലി ആയിരിക്കും, ആ ട്രഡീഷണലായിട്ട് അവർക്ക് തന്നെ അത് കൊടുത്തുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് അതിനെ ഒഴിവാക്കിയിട്ടില്ല. അതായത് മനസ്സിലാക്കുക, ഈ സംഭവം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ മേടിച്ച സ്ഥലമാണ്. പക്ഷേ ഈ പള്ളികളെ ഒഴിവാക്കി, ചെറിയ ചെറിയ പള്ളികളും ദർഗയും ഒഴിവാക്കി, പണം കൊടുത്ത് വാങ്ങിയ സ്ഥലം. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ ലുറ്റിയ എന്ന് പറഞ്ഞ സാഹിബ് ഡൽഹി ഡിസൈൻ ചെയ്യും. അപ്പോൾ ഡൽഹി ഡിസൈൻ ചെയ്യുമ്പോൾ ഏകദേശം 1919 ഡിസൈൻ ചെയ്ത സമയത്ത് അന്ന് ഡൽഹിയിൽ ആകെ 27 വണ്ടികളേ ഉള്ളൂ, കാറുകളും ഒക്കെ ആയിട്ട്. പക്ഷേ അന്ന് ആ ലുറ്റിയ എന്ന് പറഞ്ഞ സാഹിബ് ഹ്യൂജ് റോഡുകൾ ഉണ്ടാക്കി. നിങ്ങൾ ഡൽഹിയിലെ റോഡിൻ്റെ വീതി കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, ഈ 22 വണ്ടിക്ക് എന്തിനാ ഇത്രയും വലിയ റോഡുകൾ ഉണ്ടാക്കിയത്? അതാണ് സാഹിബിൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്. ഒന്നാമത് സാഹിബ് പറഞ്ഞ മറുപടി അത് ഹിസ്റ്റോറിക്കൽ രേഖയിലൊക്കെ പറയുന്നുണ്ട്. 100 വർഷം കഴിയുമ്പോൾ ഡൽഹി സിറ്റിയിൽ 22 ലക്ഷം വണ്ടികൾ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ റോഡുകൾ ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ 100 വർഷം കഴിയുമ്പോൾ 22 അല്ല, ഏകദേശം 30 ലക്ഷത്തിന് മുകളിൽ വണ്ടികളുണ്ടായി, വാഹനങ്ങളുണ്ടായി. അത് ചരിത്രം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു പോയിന്റ്, ഈ 1970, അതായത് നമ്മുടെ 1919 ബ്രിട്ടീഷുകാർ മേടിച്ച് ന്യൂഡൽഹി പണിയുന്നത്. സ്വാതന്ത്ര്യം എല്ലാം കിട്ടി അവിടെയുള്ള പല മുസ്ലിങ്ങളും, ഓൾഡ് ഡൽഹിയിലുള്ള മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ പോകുന്നു. പാകിസ്ഥാനിൽ പോയി കഴിയുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഒത്തിരി പേര് ഡൽഹി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൽഹി മൈഗ്രൻ്റ് സിറ്റി എന്ന്. കാരണം പാകിസ്ഥാനിൽ നിന്ന് പഞ്ചാബികളാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഞാൻ ഈ താമസിക്കുന്ന ആ ഭാഗത്തിനപ്പുറത്തൊക്കെ അവിടെയുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോയി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നൊക്കെയുള്ള പുസ്തകം വായിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അവിടെയുള്ള ഹിന്ദുക്കൾ ഇവിടെ വന്ന് താമസമാക്കി. എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പറ്റി പറയുന്നൊരു പോയിന്റ് ഉണ്ട്. എന്നിട്ടും അവർ ഈ മുസ്ലിങ്ങളുടെ ആരാധനാലയം, പള്ളികൾ അവരെ ടച്ച് ചെയ്തില്ല, തൊടാൻ അത് അതേപോലെ പവിത്രമായിട്ട് തന്നെ സൂക്ഷിച്ചു. പക്ഷെ നേരെ പാകിസ്ഥാനിൽ നേരെ മറിച്ച് മുസ്ലിം ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ മുഴുവൻ ഇവർ നശിപ്പിച്ചു കളഞ്ഞു. ലാഹോറിലാണെങ്കിലും, ഇസ്ലാമാബാദിലാണെങ്കിലും, പെഷവാറിലാണെങ്കിലും, കറാച്ചിയിലാണെങ്കിലും ഇതിൽ എത്രയോ തെളിവുകളുണ്ട്. പക്ഷേ അവിടുന്ന് വന്ന ഹിന്ദുക്കൾ ഒരെണ്ണം പോലും നശിപ്പിച്ചില്ല. ഇതിൻ്റെ പേരിലാണ് ഈ വഖഫ് എന്ന് പറയുന്ന സാമാനം ഉണ്ടായ സിമ്പിളായിട്ട് പറഞ്ഞ ആ വൃത്തികെട്ടമായിട്ട് പോയിന്റ് ഉപയോഗിച്ച സോറി. അപ്പം 1970 ഡൽഹി വഖഫ് ബോർഡ് ഒരു സംഭവം ഇറക്കുക. അതായത് ഇന്ത്യൻ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വഖഫ് ബോർഡ് ഇന്ത്യ, ഏഷ്യാഡ് വില്ലേജ് വഖഫ് ബോർഡ് ഇന്ത്യ, എയർപോർട്ട് ഇരിക്കുന്ന വഖഫ് ബോർഡ്, അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വഖഫ് ബോർഡ് ഇന്ത്യ. ഇവിടൊക്കെ ഈ പറയുന്ന പണ്ട് ഇവിടുന്ന് പോയ മുസ്ലിങ്ങൾ അവിടെ ചെറിയ പള്ളി ഉണ്ടായിരുന്നു. ഇവരെല്ലാം വിട്ടിട്ട് പോയ അവിടെ ഹിന്ദുക്കൾ വന്നു, പക്ഷെ പള്ളി അവർ തൊട്ടില്ല. ഇതാണ് ഈ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് കോർട്ടിന് പോലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. 2013 UPA കൊണ്ടുവന്ന ബില്ല് ഇതേപോലെ നോൺസെൻസ് ബില്ലെന്ന് പറയുന്നത്. നേരത്തെ 2013 മുമ്പ് വഖഫിനുണ്ടായിരുന്ന ആ ലാൻഡ് എന്ന് പറയുന്നത് 6 ലക്ഷം ഏക്കറായിരുന്നു. പെട്ടെന്ന് ഇവരെ ലാൻഡ് എല്ലാം അങ്ങ് ഡിമാൻഡ് ചെയ്തു. അങ്ങനെ അത് ഏകദേശം 1 മില്യൺ, 16 ലക്ഷത്തിന് മുകളിൽ 10 വർഷം കൊണ്ട് വഖഫിന്റെ ലാൻഡ് അങ്ങായി. ആലോചിച്ച് നോക്ക് നിങ്ങൾ.
അത് കഴിഞ്ഞ് പാർലമെന്റ് ഡിബേറ്റ് ഇന്നലെ നടന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ചില ഇസ്ലാം വിശ്വാസികളായ പല ആൾക്കാരും പറയുന്നു, പാർലമെന്റിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് വഖഫിന്റെ നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്നാലും ഞങ്ങളത് അംഗീകരിക്കത്തില്ല. അതിന് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി കൊടുത്ത മറുപടി കേട്ട്, നീ ഇന്ത്യയെ താമസിക്കണമെങ്കിൽ ഇന്ത്യ പറയുന്ന നിയമം അനുസരിച്ചോണം, ഇത് മറ്റുള്ള രാജ്യമല്ല. അതാണ് എനിക്ക് കേരളത്തിലെ സുഡാപ്പികളോടും മിനി പാകിസ്ഥാൻകാരോടും ഈരാറ്റുമായിട്ടുള്ള മിനി താലിബാൻകാരോടും പറയാനുള്ളത്, ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് പോയിക്കോണം. അതാണ് ഇവിടുത്തെ ആവശ്യം. ഇന്ത്യക്കാരനായിട്ട് ജീവിച്ചോണം. അതാണ് ഇന്ത്യൻ പാർലമെന്റിൽ അവിടെ സുഡാപ്പികളെ 1-2 പേര് ഞങ്ങളിത് അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ നിയമമാണ്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇതേപോലൊരു ഡിബേറ്റ് പാകിസ്ഥാൻ അസംബ്ലി നടക്കൂ, ബംഗ്ലാദേശിൽ നടക്കൂ, ഈ ഇസ്ലാമിക ഏതെങ്കിലും രാജ്യത്ത് നടക്കൂ? അതാണ് ഇന്ത്യയുടെ ബ്യൂട്ടി. ആ ബ്യൂട്ടിയാണ് ഇന്നലെ കണ്ടത്. ഓപ്പണായിട്ടല്ലേ ഡിബേറ്റ് ചെയ്ത്. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 16 മണിക്കൂർ പോയി. ഇപ്പുറത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡിബേറ്റ് നടന്നു. എന്നിട്ട് എന്തൊരു കോൺഗ്രസ്സുകാർക്ക് എന്തൊന്നും പറയാൻ പറ്റാത്ത, അവര് കാണിച്ച മണ്ടത്തരമാണ് ഈ വഖഫ്. കാരണം ചരിത്രം അറിയാതെ ചെയ്തു. ഈ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പ്രീണനം, വോട്ട് ബാങ്ക് തന്നെ കറക്റ്റ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വഖഫ് ബാംഗ്ലൂർ സിറ്റിയിൽ, ഇന്ത്യയുടെ പല സിറ്റിയിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പാവം പിടിച്ച് മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വഖഫ് ലാൻഡ് എടുത്ത് അവർ ലീസിന് കൊടുത്തേക്കാണ് 5 സ്റ്റാർ ഹോട്ടലിനൊക്കെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുന്ന വഖഫ് ബോർഡിലൊക്കെ ഈ എലീറ്റായിട്ടുള്ള പണമുള്ള മുസ്ലിങ്ങൾ അവർ അണ്ടർ ടേബിൾ ട്രാൻസാക്ഷൻ നടത്തി. കാരണം സിറ്റിക്കകത്തല്ലയോ ലാൻഡ്, അതവരിഷ്ടം. അതൊരു കോടികൾ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു ലീസായിട്ട് 5000 രൂപ 6000 രൂപ. ബാംഗ്ലൂർ വിൻസർ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അത് എത്രയോ വർഷമായിട്ട് ഒരു 5000 രൂപ ഉണ്ട്. പിന്നെ കോർട്ട് ഇടപെട്ട് 6 ലക്ഷം ആക്കി ഒരു മാസത്തേക്ക്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഈ വഖഫ് എന്ന് പറഞ്ഞ കോടതിക്ക് മുകളിലൊന്നും അല്ല. ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഒരു കലക്ടർക്ക് അത് തീരുമാനിക്കാം, അത് കോടതിയിലും അത് തീരുമാനിക്കാം. അതായത് ഇന്ത്യൻ നിയമം അനുസരിച്ച് പോയിക്കോണം. ഇവിടെ ഇസ്ലാമിക നിയമമില്ല, ഇവിടെ മുഗൾ നിയമമില്ല. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയുടെ ലാൻഡ് പറയുന്ന, ഇന്ത്യ പാസ്സാക്കുന്ന, ഇന്ത്യയുടെ ലോ മേക്കേഴ്സ് പാസ്സാക്കുന്ന നിയമം അനുസരിച്ച് പോയിക്കോണം. ഇതാണ് ഇന്നലത്തെ കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. ഡൽഹിയെ പറ്റി ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ പല സിറ്റികളിൽ ഇതുപോലെ സംഭവിച്ചിരിക്കുന്നത്. ഈ പോയവരൊക്കെ അങ്ങ് പോയി, പക്ഷെ അത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഈ പറയുന്ന പള്ളികളോ അതും തുടർത്തുവിട്ടില്ല. അത് അവരുടെ മാന്യത. അവിടെ പാകിസ്ഥാനിൽ പോയവനൊക്കെ അവിടെ ഒറ്റ ക്രിസ്ത്യൻ സ്കൂളും കോളേജും ഒക്കെ ഇടിച്ചു വരുത്തി. പിന്നെ അവർ ഹിന്ദുക്കളെ വിടുവോ? ബേസിക്കലി ഹിന്ദു മുസ്ലിം ലഹളയല്ലായിരുന്നോ? ആ മാന്യതയെങ്കിൽ കേരളത്തിലെ സുഡാപ്പികളെ മനസ്സിലാക്കുക, അതായത് ചരിത്രം മനസ്സിലാക്കുക എന്തുവാണെന്ന്. അതായത് വഖഫ് എന്ന് പറഞ്ഞ ആ സാധനം ഇല്ലാതായത് ഈ ലോകത്തിൽ ഏറ്റവും നല്ലത്. ഇവിടുത്തെ പാവം പിടിച്ച മുസ്ലിങ്ങൾക്ക്, അതാണ് ഒരു ഹിന്ദു വരുന്ന പാർലമെന്റിൽ, പാവം പിടിച്ച മുസ്ലിങ്ങൾക്ക് ഇതിലധികം വരുന്ന ലാൻഡിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനും അതും എല്ലാം നിർമ്മിക്കും. മദ്രസയൊന്നും തൊടാൻ പോകത്തില്ല. പക്ഷെ മദ്രസയ്ക്കുള്ള ഗ്രാൻറ്റുകളൊക്കെ ഗവൺമെൻറ്, പിന്നെ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഇതിൻ്റെ അകത്ത് സ്ത്രീകളെ കൊണ്ടുവരും. കാരണം ഇസ്ലാമിൽ സ്ത്രീ പാടില്ല. പക്ഷെ മനസ്സിലാക്കണത് ഇസ്ലാമിൽ പാടില്ല. മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഇന്ത്യനൈസ്ഡ് ഇസ്ലാമാണ്, ഇന്ത്യയിലെ ഇന്ത്യനൈസ്ഡ് ക്രിസ്ത്യനാണ്. ഇതാണ് ആ വ്യത്യാസം. അത് ആദ്യ ഘടനയ്ക്കകത്ത് ഇടുക. ഇന്ത്യനൈസ്ഡ് ക്രിസ്ത്യൻ ആയിരിക്കണം, ഇന്ത്യനൈസ്ഡ് ഇസ്ലാം ആയിരിക്കണം, ഇന്ത്യനൈസ്ഡ് ബുദ്ധിസ്റ്റ് ആയിരിക്കണം, ഇന്ത്യനൈസ്ഡ് ജെയിൻ ആയിരിക്കണം. ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം. അതനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഇതാണ് ഇന്നലെ പാർലമെന്റിൽ ഭരണപക്ഷത്തു നിന്ന് ഗവൺമെന്റിന്റെ കൃത്യമായ സന്ദേശം എല്ലാവർക്കും കൊടുത്തത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട്
പുതിയ അക്കൗണ്ട് ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.